നമ്മളെ സ്നേഹിച്ചവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ എത്രയോ ഇരട്ടി വേദനയാണ് സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ബലം പ്രയോഗിച്ച് ഒരാളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതിനേക്കാൾ സ്വയം നിയന്ത്രിച്ച് ഒരാളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. യഥാർത്ഥ സുഹൃത്തുക്കൾ നക്ഷത്രങ്ങൾ പോലെയാണ്. നിങ്ങൾക്ക് ചുറ്റും ഇരുട്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയൂ. രണ്ടു തരം ആളുകൾക്ക് നിങ്ങളുടെ കണ്ണുകളിൽ നോക്കാൻ കഴിയില്ല. ഒരാൾ കള്ളം ഒളിപ്പിച്ച് വയ്ക്കുമ്പോൾ, പിന്നെ പ്രണയം ഒളിപ്പിച്ച് വയ്ക്കുമ്പോൾ. ഈ ലോകത്തിൽ ദൈവം ആരെയും എല്ലാം തികഞ്ഞവരായി സൃഷ്ടിച്ചിട്ടില്ല. ബാക്കിയുള്ളവരുടെ കുറവുകൾ എണ്ണി അളക്കുമ്പോൾ സ്വന്തം കുറവുകളിലേക്ക് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നാലും നമ്മുടെ മനസാക്ഷിക്ക് മുൻപിൽ നമ്മൾ ശരിയാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ളിടത്തോളം കാലം നമ്മൾ ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ട കാര്യമില്ല. നുണ പറഞ്ഞ് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കരുത്. അതിൽ നിന്ന് ഉണ്ടാകുന്ന ആനന്ദം അധികകാലം നിലനിൽക്കില്ല. തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിൽ ശക്തമായ തീരുമാനങ്ങളുണ്ടായിരുന്നു. തെറ്റായ പാത, തെറ്റായ ആളുകൾ, തെറ്റായ സാഹചര്യങ്ങൾ, തെറ്റായ അനുഭവങ്ങൾ എന്നിവ ആവശ്യമാണ്. അവ നമുക്ക് ശരിയായത് എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വ്യക്തി തന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് സമ്മർദ്ദവും വിഷാദവും അസ്വസ്ഥതയും ഉണ്ടാകുന്നത്. മാഞ്ഞുപോകാത്ത ഒരു പുഞ്ചിരി എപ്പോഴും ചുണ്ടിൽ കരുതുക. മറ്റുള്ളവരും കരുതട്ടെ നിങ്ങളെപ്പോഴും സന്തോഷവാനാണെന്ന്. ഒറ്റയ്ക്ക് അതിജീവിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുക. ചിലർ പെട്ടെന്ന് മാറുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നാളെ നിങ്ങൾക്ക് ആരും അല്ലാതെ ആയേക്കാം. അതാണ് യഥാർത്ഥ ജീവിതം. വാക്കുകൾക്കും അതിൻ്റേതായ രുചിയുണ്ട്. ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് അത് സ്വയം രുചിച്ചു നോക്കുക. നിങ്ങൾക്ക് സ്വയം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ മറ്റൊരാൾക്കും അത് ഇഷ്ടപ്പെടില്ല. ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒന്ന് പൂർത്തീകരിച്ചാൽ മറ്റൊന്ന് ഉടനടി ജനിക്കും. ഒരു വ്യക്തിയുടെ ആമുഖം അവൻ്റെ മുഖത്ത് നിന്ന് ആരംഭിക്കാമെങ്കിലും അവൻ്റെ പൂർണ്ണ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് അവൻ്റെ സംസാരമാണ്. നിങ്ങൾ വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ പരാജയപ്പെടുന്നത് കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. അതിനാൽ വിജയിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. വാക്കുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. അത് നിങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൻ്റെ മികച്ച തെളിവാണ്. എപ്പോഴും ജീവിതത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ലക്ഷ്യങ്ങൾ നേടിയാലും അനുഭവങ്ങൾ നേടിയാലും രണ്ടും അമൂല്യമാണ്. നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ അഭാവം നികത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല. ചിലർ പുറം ചട്ട നോക്കി വിലയിരുത്തും. മറ്റു ചിലർ ആമുഖം നോക്കി വിലയിരുത്തും. എന്നാൽ ചുരുക്കം ചിലർ മാത്രം നമ്മൾ എന്ന പുസ്തകത്തെ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കും. അവർ എന്നും കൂടെ ഉണ്ടാകും. എല്ലായ്പ്പോഴും ഒരു തുടർച്ചയാണ്. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്.